ഹലോ ആൾ സൈബർ വേൾഡിൽ എങ്ങനെ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത് റിയൽ ഹാക്കിംഗ് അല്ല, ലേണിങ്ങിനും അവയർനെസ്സിനും വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇത് ഡെമോ ലാബാണ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന OS എന്ന് പറയുന്നത് കാളി ലിനക്സ് ആണ്. കാളി ലിനക്സിനകത്ത് ടെർമിനൽ ഓപ്പൺ ചെയ്തു. ടെർമിനൽ നാനോ ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്തിട്ട് രണ്ട് ഫയൽസ് അല്ലെങ്കിൽ വേർഡ് ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിലൊരു ഫയൽ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ user.txt, സെക്കൻഡ് വൺ വന്നിട്ട് pass.txt ആണ്. user.txt യൂസർ നെയിംസിന്റെ ലിസ്റ്റുകളാണുള്ളത്. pass.txt പാസ്വേഡ്സിന്റെ ലിസ്റ്റാണ്. അപ്പോൾ ഈ user.txt ഒരു യൂസർ നെയിം ഉണ്ട് ആൻഡ് അതിന് മാച്ച് ആവുന്ന ഒരു പാസ്വേഡ് pass.txt ഉണ്ട്. അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. ബ്രൂട്ട് ഫോഴ്സിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ബ്രൂട്ട് ഫോഴ്സിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് കറക്റ്റ് വൺ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഏതാണ് യൂസർ നെയിം ഏതാണ് പാസ്വേഡ് എന്നുള്ളത്. യൂസർ നെയിം വന്നിട്ട് Unique26 ആണ് ആൻഡ് പാസ്വേഡ് വന്നിട്ട് Unique26 ആണ്. പക്ഷേ ഇത് എങ്ങനെയാണ് മാച്ച് ആവുന്നതെന്ന് ഫൈൻഡ് ചെയ്യണം. അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് ഹൈഡ്ര എന്ന് പറയുന്ന ടൂളാണ്. ഇതൊരു ലാബ് ഡെമോ മാത്രമാണ്, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. റിയൽ വേൾഡിൽ എങ്ങനെ ചെയ്യായിരിക്കും. ബ്രൂട്ട് ഫോഴ്സിംഗ് എന്ന് പറയുന്നത് റിയൽ വേൾഡിൽ ഇല്ലീഗലാണ്. ഓക്കെ, ഹൈഡ്ര എന്ന് പറയുന്ന ടൂളിൻ്റെ കമാൻഡ് കാര്യങ്ങൾ കൊടുത്തു. കമാൻഡ് കൊടുത്തു, ഞാൻ user.txt ആഡ് ചെയ്തു, pass.txt ആഡ് ചെയ്തു, ദെൻ കമാൻഡ് കൊടുത്തു. ലോക്കൽ ഹോസ്റ്റിൽ നിന്നാണ് ഞാൻ റൺ ചെയ്തിരിക്കുന്നത്. സോ അത് റൺ ചെയ്തു, കമാൻഡ് റൺ ചെയ്തു. റൺ ചെയ്തപ്പോഴത്തേക്ക് എന്ത് കിട്ടി, എനിക്ക് ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം കിട്ടി, പാസ്വേഡ് യൂസർ നെയിം കൊടുത്തു, പാസ്വേഡ് കൊടുത്തു, ലോഗിൻ കൊടുത്തു. യെസ്, ലോഗിൻ സക്സസ്ഫുൾ. ഇങ്ങനെയാണ് ബ്രൂട്ട് ഫോഴ്സിംഗ് ചെയ്യുക. അപ്പോൾ ഇവിടെ എനിക്ക് പെട്ടെന്ന് തന്നെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ പറ്റി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്രെഡൻഷ്യൽസ് വീക്ക് ആയതുകൊണ്ട് മാത്രമല്ല, എൻ്റെ വേർഡ് ലിസ്റ്റിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലേ, ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു വേർഡ് ലിസ്റ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്വേഡ്സ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. എല്ലാ ഇതിലും നമ്മൾ ഒരേ പാസ്വേഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീക്ക് ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ പാസ്വേഡ് 123, അഡ്മിൻ @123, നമ്മുടെ പേര് @123, പേരും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം എന്താണ്, വീക്ക് പാസ്വേഡ്സ് ആണ്. അത് ഈസിലി ഐഡൻറ്റിഫൈബിൾ ആണ്. ഇപ്പം നമ്മളറിയാവുന്ന ഒരാൾക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2002 ആണ് അല്ലെങ്കിൽ 2003 ആണ് എന്നുള്ളത് അറിയാലോ. അപ്പം പാസ്വേഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് യൂസ് ചെയ്യാതിരിക്കുക, സ്ട്രോങ് പാസ്വേഡ്സ് യൂസ് ചെയ്യുക. പിന്നെ ഈ ലാബ് ചെയ്തിരിക്കുന്നത് കൺട്രോൾഡ് ലാബ് എൻവയോൺമെൻറ്റിലാണ്, നമ്മുടെ ലോക്കൽ ഹോസ്റ്റലാണ്. എൻ്റെ ലോക്കൽ ഹോസ്റ്റലാണ് ഞാനത് ചെയ്തിരിക്കുന്നത്, റിയൽ വെബ്സൈറ്റിലൊന്നുമല്ല. റിയൽ വേൾഡിൽ ബ്രൂട്ട് ഫോഴ്സിങ്ങിനെ ഓർഗനൈസേഷൻസ് ഒക്കെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ലിമിറ്റിംഗ്, ലോക്കൗട്ട്സ്, മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഒക്കെ ഉണ്ട് റിയൽ വേൾഡിൽ. സോ നമുക്കങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ബ്രൂട്ട് ഫോഴ്സിങ് എന്താണ് എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഫൻസീവ് ടൂൾസ് പഠിക്കുക, സിസ്റ്റത്തിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒഫൻസീവ് ടൂൾസ് പഠിക്കുക, അറ്റാക്കിന് വേണ്ടിയിട്ടല്ല. ഓക്കെ,